കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന നവ്യനെ തകർക്കാനായിട്ട് അഭി ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് നിർമ്മലെ വെച്ചിട്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആദർശിനെ വിവരങ്ങളൊക്കെ അറിയിക്കണം. നവ്യക്ക് ഇങ്ങനെ സ്നേഹബന്ധം ഉണ്ടെന്ന് അറിയിക്കണം. എങ്കിൽ മാത്രമേ അവളെ അനന്തപുരിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ അഭിമനയുമാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിർമ്മലിനെ പോയി കാണാൻ തന്നെ അഭി തീരുമാനിച്ചു. അങ്ങനെ അഭി നിർമ്മലിനെ പോയി കണ്ടിട്ട് അവന് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു 3-3.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുവാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു ജിമ്മ് തുടങ്ങണമെന്നൊക്കെയല്ലേ പറഞ്ഞു നിന്റെ ആഗ്രഹം, അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയണം. പക്ഷെ കാര്യമുണ്ട്, ഞാൻ പറയുന്ന പോലെ നീ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നിർമ്മല വെച്ചു, എന്താ ചെയ്തേണ്ടേ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു, ഞാൻ എല്ലാത്തിനും കൂട്ടിയിക്കാന്ന് പറയണം. അങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. അവൻ എന്ത് ചെയ്യുവാണ്, അഭി പറയുന്ന പോലെ എല്ലാം അനുസരിക്കുവാണ്. പിന്നീട് നവ്യനെ വിളിച്ചിട്ട് നവ്യയോട് പറഞ്ഞു, അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്നെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അത് എപ്പോഴാന്നൊക്കെ നിനക്ക് ഞാൻ മെസ്സേജ് ചെയ്താൽ ചെയ്യാന്ന് പറയണം. ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അങ്ങോട്ട് അയക്കുക. ഇത്രയും മതിയായിരുന്നു അഭിക്ക്, ഇനി ബാക്കി കാര്യങ്ങൾ താൻ നോക്കിക്കോളാം എന്ന് നിർമ്മലിനോട് പറയുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന പോലെ തന്നെ ബാക്കി ചെയ്താൽ മതി എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന നയനെ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. മുത്തശ്ശന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ദേവയാനി വന്നിട്ട് നയനെ ചീത്ത പറയണേ, എനിക്കറിയാം നീ അച്ഛനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ, പക്ഷെ അതൊന്നും നടക്കില്ല. നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അച്ഛന്റെ മനസ്സിൽ ഇടം നേടുമായിരിക്കും, പക്ഷെ എന്റെ ആദർശിന്റെ മനസ്സിൽ ഒരിക്കലും നിനക്ക് ഇടമുണ്ടാവില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. അമ്മയോ ആദർശേണ്ണോ സ്നേഹിക്കുന്നു കരുതിയല്ല ഞാൻ മുത്തശ്ശന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ. എന്നെ മുത്തശ്ശന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാ, മുത്തശ്ശന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ മുത്തശ്ശന് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലാതെ നിങ്ങളെ ആരും കണ്ടിട്ടല്ലാന്ന് പറയണം. ഇത്രയും കാലം അമ്മ ആദർശാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷെ ഇനി അങ്ങനെയല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ മുത്തശ്ശന്റെ ആരോഗ്യത്തിന് സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയണം. ഇതൊരിക്കലും ദേവയാനി പ്രതീക്ഷിച്ച കാര്യമല്ല. ഇത്രയും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീടാണ് ആകെപ്പാട് ടെൻഷനിലായിരുന്നു. കനയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല, കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ കുറിച്ച് ചിന്തകളാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കന കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു സ്വപ്നം കാണുവാണ്. നന്ദുവും അനിയും കൂടെ കല്യാണം കഴിച്ച് വന്ന് നിൽക്കുന്നേ, കഥകെ മുട്ടി വിളിക്കുന്നതൊക്കെ. ഇത് കണ്ട് സ്വപ്നത്തിൽ ഞെട്ടി ഉണർന്ന് കഴിയുമ്പോൾ കനക പോയി കഴിയുമ്പോൾ നന്ദു നല്ല ഉറക്കത്തില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കനയ്ക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമമായിപ്പോയി. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദുവിന്റെ കാര്യത്തില്. ഇനി എങ്ങാനും അവളും അനിയും കൂടെ പോയി കല്യാണം കഴിക്കോ, ഒളിച്ചോടി പോയതിന് വിവാഹം കഴിക്കോ, അതെങ്ങാനും നടന്നിട്ടുണ്ട് എന്ത് ചെയ്യും. അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ബാക്കി 2 മക്കളുടെ കാര്യം അതോടുകൂടി തീരും. ഇവളും കൂടെ അങ്ങോട്ട് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലുള്ളവർ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്നറിയാം. പിന്നെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. നന്ദുവിനെ എങ്ങനെയായിരുന്നു പറഞ്ഞെന്ന് മനസ്സിലാക്കിക്കണം. അതോർത്തിട്ട് ഉള്ള ഉറക്കം കൂടെ കനകയുടെ നഷ്ടപ്പെടുവാണ്. ഈ സമയത്ത് അനി വലിയൊരു തീരുമാനം തന്നെ എടുത്തു. എങ്ങനെയൊരു ആദർശാണ് ഈ വിവരം അറിയിക്കണം. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യുന്നേ, അതിന് വേണ്ടിയിട്ട് അവന് നവ്യയുടെ നിർമ്മലിനെ കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് ആദർശ് വരുന്ന വഴിയിലിടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോയിട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് അഭി എന്ത് ചെയ്യണം, അത് പതുക്കെ ആ ഫോട്ടോ മടക്കി ആദർശ് വരുന്ന ആ സ്റ്റെയറിന്റെ താഴെ കൊണ്ട് ഇടുവാണ്. പക്ഷെ ആദർശ് ഫോൺ ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് ആദർശ് അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതിന്റെ മുകളിൽ കൂടി ചവിട്ടി അങ്ങോട്ട് പോവാണ്. അഭിയുടെ പദ്ധതികൾ അങ്ങോട്ട് പൊളിഞ്ഞുപോയി. ആദർശിനെ അറിയിക്കാന്നുള്ള പദ്ധതിയായിരുന്നു, പക്ഷെ അതങ്ങോട്ട് പൊളിഞ്ഞുപോയി. പിന്നീട് എന്ത് ചെയ്യുവാണ്, അതെടുക്കാന്നോർത്ത് ഓടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനുമാണ് നയന ഇറങ്ങി വരുന്നത്. പക്ഷെ നയന കൃത്യമായിട്ട് അത് കണ്ടു. കൃത്യമായി ചവിട്ടിക്കുമ്പോൾ നയന ഇത് എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഈ ഫോട്ടോയാ. ഇത് കണ്ടത് നയനയ്ക്ക് സഹിച്ചില്ല. നയന പെട്ടെന്ന് നവ്യയുടെ മുറിയിലേക്ക് അങ്ങ് പോവാണ്. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഈ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ നയനയ്ക്കെന്നല്ല ആര് കണ്ടാലും ഒരു നിമിഷം നവ്യനെ ഒന്ന് സംശയിച്ചു പോകും. അങ്ങനെ അവൾക്കൊരു സ്നേഹബന്ധം ഇല്ലെന്ന് അവൾക്ക് മാത്രം അറിയത്തുള്ളൂ. അവൾക്കും അറിയാം, നിർമ്മലിനും അറിയാം, അഭിക്കും അറിയാം. പക്ഷെ അവളെ എങ്ങനെയാലും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഈ തന്ത്രം മാത്രം ബലിക്കുള്ളെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അഭി ഇങ്ങനെ ഒരു കുതന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്തിരിക്കുന്നത്. ഈ സമയത്താണെങ്കിലോ നന്ദു ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ കനയ്ക്ക് സഹിച്ചില്ല നന്ദു പുറത്തേക്ക് പോകുന്നത്. കനയ്ക്ക് ഭയങ്കര വെപ്പറാളവാ. ഇനിയിപ്പോ താൻ സ്വപ്നത്തിൽ അങ്ങനെ കണ്ട പോലെ തന്നെ അവനുമായിട്ട് എങ്ങനെ കാണാൻ പോകുന്നതാണോ, കല്യാണം അങ്ങനെ നടക്കുവോ, ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. അങ്ങനെ നന്ദുവിനെ പോയി തടയുവാണ്. നന്ദുവിനെ തടഞ്ഞിട്ട് പറഞ്ഞു, അതെ നീ എങ്ങോട്ടാ നന്ദു പോകുന്നേ, അമ്മേനെ ഒന്ന് സഹായിക്കാൻ പറയാണ്, എന്റെ കൂടെ കറികളൊക്കെ ഉണ്ടാക്കാൻ കൂടാൻ പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അല്ല അമ്മയ്ക്ക് എന്താ കുഴപ്പം, അമ്മ ഉണ്ടാക്കുക, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോകണമെന്ന് പറയാം. കനവ് പറഞ്ഞു,
വേണ്ട വേണ്ട, ഇപ്പൊ നീ പുറത്തൊന്നും പോണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി, എനിക്ക് വയ്യ. ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പച്ചക്കറികളങ്ങ് എടുത്തു കൊടുക്കുകയാണ്. നന്ദു ചോദിച്ചു, അമ്മ എന്തൊക്കെയാ അമ്മേ പറയണേ? അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മയ്ക്ക് എന്നെ പേടിയാണോ? ഞാൻ പുറത്ത് പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് തോന്നേ അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് തോന്നേ, അതുകൊണ്ടല്ലേ ഞാൻ പുറത്ത് പോകുന്ന അമ്മ തടയുന്നത്. എനിക്ക് മനസ്സിലായെന്ന് പറയാം. നന്ദുവിന്റെ ഈ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ കനവ് പറഞ്ഞു, അതെ, നീ എങ്ങോട്ടാളും പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല, നീ എങ്ങോട്ട് വെള്ളം പൊക്കോളാൻ പറയാണ്. പെട്ടെന്ന് നന്ദു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കനവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നീ എനിക്കൊരു സത്യം ചെയ്ത് തന്നിട്ട് പോകാൻ പറയാണ്. സത്യം? എന്ത് സത്യം? രണ്ട് കാര്യത്തിൽ നീ എനിക്ക് സത്യം ചെയ്ത് തരണമെന്ന് പറയാ. അമ്മ എന്തൊക്കെയാ പറയണേ? അത് നന്ദു, എനിക്കറിയാം, നന്ദുവിനെ അറിയാലോ അമ്മയുടെ മനസ്സ് ഇപ്പൊ തന്നെ വല്ലാതെ വേദനിച്ചിരിക്കുന്നേ. നിന്റെ രണ്ട് ചേച്ചിമാരെയും കൊണ്ട് ഇനി നീ തെറ്റായ വഴിക്ക് പോകില്ലെന്ന് എനിക്ക് സത്യം ചെയ്ത് തരണമെന്ന് പറയണം. ഇത് കേട്ടെന്ന് അമ്മ എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ പറയണേ? അത് നന്ദൂട്ടാ, തെറ്റായ വഴിക്ക് പോയില്ലെന്നും അത് മാത്രമല്ല, രണ്ടാമത്തെ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ കല്യാണക്കാര്യത്തിൽ നീ ഇടപെടില്ല, അവന്റെ കല്യാണത്തിന് ഒരു മുടക്കവും വരത്തില്ല, തടസ്സങ്ങളൊന്നും ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് സത്യമായിട്ട് ചെയ്യണമെന്ന് പറയണം. സത്യം ചെയ്ത് തരണമെന്ന് പറഞ്ഞ സമയത്താണ് നന്ദു ഒരു ഫോൺ ബെല്ലടിക്കുന്നത്. നന്ദു പറഞ്ഞു, അമ്മേ ഞാൻ എന്നാ കോൾ എടുക്കട്ടെ എന്ന് പറയണം. ഏയ് വേണ്ട വേണ്ട, നീ സത്യം ചെയ്തോണ്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണം. അമ്മ എന്തൊക്കെയാ പറയണേ? ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കാൻ ചെല്ലുവാണ്. നോക്കിക്കഴിയുമ്പോഴത്തേനും അനിയ പെട്ടെന്ന് കാരണം നീ ആ കോൾ എടുക്കണ്ടെന്ന് പറയണേ. അതെങ്ങനെ ശരിയാവും? കോൾ എടുക്കാതിരുന്നിട്ട് ശരിയാവത്തില്ല, അവന് വിഷമാവും. അല്ലെങ്കിൽ തന്നെ ഈയിടെ എല്ലാം ഞാൻ അവനെ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെക്കുറിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ എടുത്ത് സംസാരിക്കട്ടെ അമ്മേ, എന്താന്ന് ചോദിക്കട്ടെ. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ അവൻ്റെ കൂടെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നന്ദു കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കനയ്ക്ക് വല്ലാത്ത വെപ്രാളമായിപ്പോയി. അവൾ സത്യം ചെയ്ത് തന്നിട്ടുമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തോണ്ട്. ഈ സമയത്ത് നയന നേരെ നവ്യയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമായിരുന്നു. മുറിയിലേക്ക് ഇപ്പം നവ്യ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് എന്നിട്ട് ആ ഫോട്ടോ നവ്യയുടെ മുഖത്തേക്ക് വലിച്ചെറിയുവാണ്. നവ്യ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കും. ഈ ഫോട്ടോ ഇത് കണ്ട് നവ്യ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ നയന ഇതെന്താ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ഓഹോ, അപ്പൊ നീ ഇവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചല്ലേന്ന് നവ്യോട് ചോദിക്കുകയാണ്. നയന, എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത ഈ ഫോട്ടോയെ കാണുന്നത് നീ വിശ്വസിക്കരുത്, ഇത് കള്ളവാന്ന് പറയണേ. ഇത് നവ്യ ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, നീ വെറുതെ കള്ളത്തരം പറയണ്ട, നീ ഇതിനു മുമ്പ് പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നെല്ലാം മറച്ചു വെച്ചോണ്ടാ എനിക്കിന്നിപ്പോൾ ഗതി ഉണ്ടായേക്കാന്ന് നിനക്കറിയാവോന്ന് ചോദിക്കുകയാണ്. നയന, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക, ഇത് ശരിയായിട്ടുള്ളതല്ല, ഇത് മോർഫ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ, ഇതിനകത്ത് കാണുന്ന ഞാനാണെങ്കിലും, പക്ഷെ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാന്ന് പറയാം, നീ ഇത് വിശ്വസിക്കല്ലെന്ന് പറയാം. ഇത് കേട്ട നയന പറഞ്ഞു, ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണല്ലേ, ചേച്ചി ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എന്തേലും ചെയ്തേനോന്ന് പറയാണ്. പെട്ടെന്ന് പറഞ്ഞു, ഈ ഫോട്ടോ നീ അല്ല ആദ്യം കാണുന്നത്, ഇതിനു മുമ്പ് കണ്ടത് മുത്തശ്ശിയാണ്, മുത്തശ്ശിയാണ് ഈ ഫോട്ടോ എനിക്ക് കൊണ്ടുതരുന്നത്, മുത്തശ്ശിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ, നിനക്കറിയാലോ നിർമ്മല ഇത് എൻ്റെ ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറം ഞങ്ങൾ തമ്മിലൊരു ബന്ധമൊന്നുമില്ല, പക്ഷേങ്കിൽ മനഃപൂർവ്വം അവൻ ഇപ്പം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഫോട്ടോ മാത്രമല്ല കുറച്ച് വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്, അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്ന് പറയണം. ഇത് കേട്ടത് എനിക്ക് തോന്നി ചേച്ചി പറയുന്നത് ഒരുപക്ഷെ സത്യമാണെന്ന് തോന്നുന്നേ. പിന്നീട് തൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് ഫോട്ടോസും എല്ലാം കാണിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നയന അന്തം വിട്ടു നോക്കിക്കുക. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം നയന തീരുമാനിച്ചുറപ്പിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്താണ് ആദർശേണ്ട പറഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു തവണ ഒരു അബദ്ധം പറ്റി, താൻ ആദർശേണ്ണ മറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായത്. ഇനി എന്ത് വന്നാലും ആദർശനോട് പറയും, ആദർശേണ്ണ അനുമതിയില്ലാതെ താൻ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നയനി എടുക്കുകയാണ്. ഈ സമയത്ത് നവ്യ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നീട് നയന നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടെ, നമുക്കിത് ആരാന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് ഒരു ഉറച്ച തീരുമാനം എടുത്ത് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.